ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നോക്കിയത്. കേട്ടിട്ട് കാറ്റഗറി 1-2 ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിറം, മണം, രുചി എന്നിവ ശുദ്ധജലത്തിന് സാധാരണയായി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒരു നിറമോ മണമോ രുചിയോ ഇല്ലാത്ത സുതാര്യമായ ഒരു വസ്തുവാണ് ജലം. ശുദ്ധജലം എന്ന് പറയുന്നത് ശുദ്ധജലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു നിറമോ മണമോ രുചിയോ ശുദ്ധജലത്തിനില്ല. പ്രത്യേകിച്ച് നിറമില്ലാത്തതും മണമില്ലാത്തതും രുചിയില്ലാത്തതുമായ സുതാര്യമായ ഒരു വസ്തുവാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. എങ്കിലും അതിൽ ലയിച്ചിരിക്കുന്ന ലവണത്തിന്റെ നിറം ജലത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സമുദ്രജലം എന്ന് പറയുന്നത്. സമുദ്രജലത്തിന് നീല നിറമാണ് അല്ലെ. അങ്ങനെ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ഘടകങ്ങൾ മൂലം അതിൻ്റെ നിറത്തിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചുണ്ണാമ്പ് കല്ലിന്റെ സാന്നിധ്യം ജലത്തിന് പച്ച കലർന്ന നീല നിറമാണ് നൽകുന്നത്. ചുണ്ണാമ്പ് കല്ലിന്റെ സാന്നിധ്യം ജലത്തിന് പച്ച കലർന്ന ഒരു നീല നിറം നൽകുന്നു. ഇരുമ്പിന്റെ സംയുക്തങ്ങളുടെ സാന്നിധ്യമാണെങ്കിലോ വെള്ളത്തിനൊരു ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് നൽകുന്നത്. ഇരുമ്പിന്റെ സംയുക്തങ്ങളുടെ സാന്നിധ്യമാണെങ്കിൽ വെള്ളത്തിന് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. ചെമ്പിന്റെ സംയുക്തങ്ങൾ കടും നീല നിറവും കടൽ ജീവികളായ ആൽഗകളുടെ സാന്നിധ്യം ജലത്തിന് പച്ച നിറവുമാണ് നൽകുന്നത്. അപ്പോൾ ചെമ്പിന്റെ സംയുക്തങ്ങൾ അടങ്ങിയ ജലത്തിനാണ് നീല നിറം അല്ലെ. നീല നിറം, നമ്മൾ നീല നിറത്തിലുള്ള ജലമൊക്കെ അമിതമായിട്ടും കണ്ടിട്ടുണ്ട്. സമുദ്രങ്ങളിലെയൊക്കെ ജലത്തിന് നീല നിറമാണ്. അപ്പൊ ചെമ്പിന്റെ സംയുക്തങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് അവിടെ നീല നിറം. അതുപോലെ കടൽ ജീവികളായ ആൽഗകളുടെ സാന്നിധ്യം ജലത്തിൽ ഉണ്ടെങ്കിൽ അവിടെ പച്ച നിറമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ലയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജലത്തിൽ ലയിച്ചിരിക്കുന്ന ലവണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജലത്തിന് നിറം മാറാനുള്ള ചാൻസ് ഉണ്ട്. ശുദ്ധജലത്തിനാണെങ്കിൽ പ്രത്യേക ഒരു നിറമോ മണമോ രുചിയോ ഇല്ല. രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ജലത്തിനൊരു പ്രത്യേക ഒരു രൂപമില്ല അല്ലെ. ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ രൂപമാണ് ആ ജലം സ്വീകരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ റൗണ്ട് ഷേപ്പായിരിക്കും ജലത്തിന്. അതല്ല ഒരു സ്ക്വയർ പോലുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ജലത്തിന് സ്ക്വയർ ഷേപ്പായിരിക്കും. ഏത് ഷേപ്പുള്ള പാത്രത്തിലാണോ എന്തിലാണോ ജലം ഒഴിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ രൂപമാണ് ജലം സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചൊരു രൂപം എന്തിനില്ല? ജലത്തിനില്ല. അതുപോലെ തന്നെ ഇതിന് കാരണം എന്താണ്? ജലത്തിന് പ്രത്യേകിച്ചൊരു രൂപം ഇല്ല. ഏത് രൂപത്തിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ രൂപം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം പ്രതലബലമാണ്. ജലത്തിന് സഞ്ചരിക്കാൻ അകം പൊള്ളയായ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ഇതിന് കാരണവും എന്താണ്? പ്രതലബലമാണ്. ഇനി വിവിധ തരം ജലം നോക്കുകയാണെങ്കിൽ ശുദ്ധജലമുണ്ട്, സമുദ്രജലമുണ്ട്, കഠിനജലമുണ്ട്, ഘനജലമുണ്ട്, മൃദുജലം, ധാതുജലം. ഇതിൽ കഠിനജലവും ഘനജലവും മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം ഏതാണ് എന്ന് ചോദിക്കും. അത് ഘനജലമാണ് അല്ലെ. D2O ആണ് ഡ്യൂട്ടീരിയത്തിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം ഘനജലമാണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കഠിനജലവും ഘനജലവും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ വിവിധ തരം ജലങ്ങളെ കുറിച്ചിട്ട് നോക്കുമ്പോൾ വിവിധതരം ജലം ശുദ്ധജലം അല്ലെ പ്രധാനപ്പെട്ട ഒരു തരം ജല അവസ്ഥയാണ് അല്ലെങ്കിൽ ജലമാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. ലവണാംശം കലരാത്ത ജലമാണ് ശുദ്ധജലം. നദികൾ, കുളങ്ങൾ, കിണറുകൾ തുടങ്ങിയ സ്രോതസ്സുകളിലാണ് ശുദ്ധജലം കാണുന്നത്. ലോകത്തിലെ ശുദ്ധജലത്തിന്റെ 71% കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഗാർഹിക ആവശ്യങ്ങൾക്ക് 10% ഉപയോഗിക്കുന്നുള്ളൂ. ശുദ്ധജലത്തിന്റെ 45% അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഭാരതത്തിൽ ശുദ്ധജലത്തിന്റെ 4%ആണുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു വെറും 3% എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ശുദ്ധജലം ജലതരങ്ങളിൽ ശുദ്ധജലമാണ് ആദ്യത്തേത്. ലവണാംശം കലരാത്ത ജലമാണ് ശുദ്ധജലം. നദി, കുളം, കിണർ തുടങ്ങിയവയാണ് ശുദ്ധജല സ്രോതസ്സുകൾ എന്ന് പറയുന്നത്.
സമുദ്രജലം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്ത ലവണങ്ങളുടെ ഒരു ലായനിയാണ്. എന്താണ് സമുദ്രജലം എന്ന് പറയുന്നത്? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്ത ലവണങ്ങളുടെ ഒരു ലായനിയാണ്. കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ആണ് ഈ ലവണങ്ങളിൽ പ്രധാനം. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സമുദ്രജലവുമായി ബന്ധപ്പെട്ടതാണ്. സമുദ്രജലം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്ത ലവണങ്ങളുടെ ഒരു ലായനിയാണ്. അതിൽ കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ഈ ലവണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% സമുദ്രജലമാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. 71-70% സമുദ്രജലമാണ്. ഇതിൽ 96.5% ജലവും 2.5% ലവണവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ സമുദ്രജലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്ത ലവണങ്ങളുടെ ഒരു ലായനിയാണെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു ലവണമാണ് കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് എന്നും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ആണ് കഠിനജലം. കഠിനജലത്തിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയ ജലതരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കഠിനജലമാണ്. സാധാരണഗതിയിൽ ദൈനംദിന ആവശ്യങ്ങൾക്കോ വ്യാവസായിക ആവശ്യങ്ങൾക്കോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗപ്രദമല്ലാത്തതാണ് കഠിനജലം എന്ന് പറയുന്നത്. സോപ്പ് പത രൂപപ്പെടുന്നില്ല, സോപ്പ് പതയാത്ത ജലമാണ് കഠിനജലം. നമ്മളോട് ചോദിക്കാം, 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോപ്പ് പതയാത്ത ജലം ഏതു പേരിൽ അറിയപ്പെടുന്നു? കഠിനജലം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ അടങ്ങിയിരിക്കുന്ന ജലം കഠിനജലം. അതുപോലെ തന്നെ തിളപ്പിക്കുമ്പോൾ കാഠിന്യം കൂടുന്നതും കഠിനജലത്തിനാണ്. അപ്പോൾ സാധാരണമായി ദൈനംദിന ആവശ്യങ്ങൾക്കോ വ്യാവസായിക ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ കഠിനജലം യൂസ് ചെയ്യാറില്ല. ജലതരങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശുദ്ധജലം, സമുദ്രജലം, മൂന്നാമതായിട്ട് കഠിനജലമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഠിനജലം എന്ന് പറയുന്നത് കാൽസ്യവും മഗ്നീഷ്യവും ചേർന്ന് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ ലവണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കഠിനജലം എന്ന് പറയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം സോപ്പ് പതയാത്ത ജലമാണ് കഠിനജലം എന്ന് പറയുന്നത്. തിളപ്പിക്കുമ്പോൾ ഇതിന് കാഠിന്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഘനജലം എന്ന് പറയുമ്പോൾ ഐസോടോപ്പുകളായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം D2O അടങ്ങിയിരിക്കുന്ന ജലമാണ് കഠിനജലം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഹൈഡ്രജന്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെ ഏത് പേരിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കാറുള്ളത്. ഘന ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം എന്ന് പറയുന്നത്. ഘനജലത്തിന്റെ തന്മാത്രകളിൽ സാധാരണ ഹൈഡ്രജന് പകരം ഘന ഹൈഡ്രജൻ ആണ്. എന്താണ് ഘന ഹൈഡ്രജൻ എന്ന് പറയുന്നത്? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം D2O ആണ് ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഡ്യൂട്ടീരിയത്തിന്റെ ആറ്റോമിക ഭാരം സാധാരണ ഹൈഡ്രജനെ അപേക്ഷിച്ച് കൂടുതലാണ്. സാധാരണ ജലത്തിലും ഘനജലത്തിന്റെ തന്മാത്രകൾ നേരിയ അളവിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചില ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഘനജലം ഉപയോഗിക്കുന്നുണ്ട്. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഘനജലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം? ഘനജലം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം D2O അടങ്ങിയ ജലമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഈ ഘനജലത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ടുമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ് മൃദുജലം. കഠിനജലത്തിന് കാരണമായ ലവണങ്ങളിൽ നിന്ന് മുക്തമായ ജലമാണ് മൃദുജലം. മൃദുജലം സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു. നമ്മൾ സാധാരണമായിട്ട് ഈ മൃദുജലം ഉപയോഗിച്ചു വരുന്നതാണ്. നെക്സ്റ്റ് ധാതുജലം ധാതുക്കൾ കലർന്ന ജലം. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് എന്നിവയും കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നീ വാതകങ്ങളും ജലത്തിൽ കാണാം. ഇത്തരത്തിൽ ധാതുക്കൾ കലർന്ന ജലമാണ് ധാതുജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിന്റെ തരങ്ങളാണ് നോക്കിയത്. അതിൽ കഠിനജലവും ഘനജലവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കി വെച്ച് പഠിക്കുക. ജലത്തിന്റെ അവസ്ഥകൾ നമുക്കറിയാം. ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ് ജലത്തിന്റെ 3 അവസ്ഥകൾ എന്ന് പറയുന്നത്. താപനില അനുസരിച്ച് ജലത്തിന്റെ രൂപത്തിൽ മാറ്റം വരുന്ന ഖരാവസ്ഥയെ മഞ്ഞ് എന്നും
വാതകാവസ്ഥയെ നീരാവി എന്നും പറയുന്നു അല്ലെ. ഖരാവസ്ഥയുണ്ട്, ദ്രാവകാവസ്ഥയുണ്ട്, വാതകാവസ്ഥയുണ്ട്. ഇതൊക്കെ ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ എന്താണ് എക്സ്പെരിമെന്റിലൂടെ ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്, കാണിച്ചു തരുന്നതാണ്. ഖരാവസ്ഥയിലുള്ള ജലം എങ്ങനെയാണ്, ദ്രാവകാവസ്ഥയിലാകുമ്പോൾ അതെങ്ങനെയാണ്, വാതകാവസ്ഥയിലാകുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഇത് നമ്മളും ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 5th സ്റ്റാൻഡേർഡിലാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഘനജലവും കഠിനജലവും ഓർത്ത് വെക്കണം. അതുമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി വെക്കണം. ഇനി മഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ ഖരരൂപമാണ് മഞ്ഞ് അല്ലെ. ഖരാവസ്ഥയാണ് മഞ്ഞ്. ശുദ്ധജലം 0°C താപനിലയിൽ മഞ്ഞ് കട്ടയായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞെന്ന് പറയുന്നത് ഖരരൂപമാണ് അല്ലെ. വെള്ളത്തിൽ ഉപ്പ് പോലെയുള്ള സംയുക്തങ്ങൾ ചേർക്കുന്നത് വഴി ഖരാങ്കം താഴ്ത്തുവാൻ സാധിക്കും. ജലം മഞ്ഞുകട്ടയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയും വ്യാപ്തം വർദ്ധിക്കുകയും ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ജലം മഞ്ഞുകട്ടയായിട്ട് രൂപാന്തരം പ്രാപിക്കുമ്പോൾ, ജലം മഞ്ഞായി മാറുമ്പോൾ എന്താണ്? ജലം ഖരാവസ്ഥയിലേക്ക് ആവുകയാണ്. അപ്പൊ ജലം മഞ്ഞുകട്ടയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതിന്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നു? കുറയും, വ്യാപ്തം വർദ്ധിക്കും. ഇത് ഓപ്ഷൻസിൽ പല രീതിയിൽ തരും. ജലം മഞ്ഞുകട്ടയായിട്ട് മാറുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയും, വ്യാപ്തം വർദ്ധിക്കും. ചിലപ്പോൾ സാന്ദ്രത കൂടും, വ്യാപ്തം കുറയും. അങ്ങനെ പല പല രീതിയിൽ വരും. ശരിക്കും സാന്ദ്രത കുറയുകയും വ്യാപ്തം വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത് എപ്പോൾ? ജലം മഞ്ഞുകട്ടയായിട്ട് രൂപാന്തരം ചെയ്യുമ്പോൾ. ജലാവസ്ഥയിലുള്ള ഘടകം ഖരാവസ്ഥയിലേക്കായി മഞ്ഞുകട്ടയായിട്ട് മാറുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്, വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാന്ദ്രത കുറവായതിനാലാണ് മഞ്ഞുകട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ മഞ്ഞ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജലത്തിന്റെ ഖരരൂപമാണ് മഞ്ഞ്, അത്ര മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ തന്നെ മഞ്ഞ് ഖരരൂപത്തിലേക്കായി മാറുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുകട്ടയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, വ്യാപ്തം വർദ്ധിക്കുന്നു. ഈ സാന്ദ്രത കുറയുന്നതിനാലാണ് മഞ്ഞുകട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതും ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി ചോദിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് മഞ്ഞുകട്ട വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് സാന്ദ്രത കുറയുന്നത് കൊണ്ട്, സാന്ദ്രത കൂടുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, സാന്ദ്രത ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട്, വ്യാപ്തം കൂടുന്നത് കൊണ്ട്, കുറയുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ തരും. എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത് മഞ്ഞുകട്ട വെള്ളത്തിന്റെ മുകളിൽ? സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ആദ്യ ഭാഗം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയാണ്. മഞ്ഞ് ഖരാവസ്ഥയിലേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ് വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാന്ദ്രത കുറയുന്നത് കൊണ്ട് വെള്ളത്തിന്റെ മുകളിൽ മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്നു. ഇതെല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നീരാവിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ജലം ചൂടാകുമ്പോൾ അതിലുള്ള തന്മാത്രകള് ഹൈഡ്രജൻ ബോണ്ട് തകർക്കാനുള്ള ഊർജം എന്താണ്? ജലം ചൂടാകുമ്പോൾ അതിലുള്ള തന്മാത്രകൾക്ക്, ജലം ഇങ്ങനെ ചൂടാകുമ്പോൾ അതിൽ നിന്ന് നീരാവി ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ജലം ചൂടാകുമ്പോൾ അതിലുള്ള തന്മാത്രകൾക്ക് ഹൈഡ്രജൻ ബോണ്ട് തകർക്കാനുള്ള ഊർജം കിട്ടുകയും അവ വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. നമുക്കറിയാം, ജലം ചൂടാകുമ്പോൾ വാതകാവസ്ഥയിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്, നീരാവിയായി മുകളിലേക്ക് ഉയർന്നു പോകുകയാണ് ചെയ്യുന്നത്. നീരാവിക്ക് ജലത്തിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. നീരാവി ഘനീഭവിച്ചാണ് മഴ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരിതഗൃഹ പ്രഭാവത്തിൽ നീരാവിക്കും നല്ലൊരു പങ്കുണ്ട്. മഴ പെയ്യാൻ കാരണം നീരാവി തണുത്ത് മേഘം രൂപപ്പെടുന്നത് കൊണ്ടാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ ഇത് ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ്. അപ്പൊ ജലം ചൂടാകുമ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? നീരാവി ഉണ്ടാകുന്നു. ഈ നീരാവിക്ക് ചൂട് കൂടുതലായിരിക്കും. ഈ നീരാവി ഘനീഭവിച്ചാണ് മഴ ഉണ്ടാകുന്നത്. ഓക്കെ, ഹരിതഗൃഹ പ്രഭാവത്തിനും ഇത് കാരണമാകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ട്, ഇതിനെ ആർദ്രത എന്ന് പറയും. ഓക്കെ, അന്തരീക്ഷത്തിൽ
അന്തരീക്ഷത്തിൽ നീരാവി ഓൾറെഡി ഉണ്ട്. ഇതിനെ ആർദ്രത എന്ന് പറയുന്നു. ആർദ്രത അളക്കാനുള്ള ഉപകരണത്തിന് എന്ത് പറയുന്നു? ഹൈഗ്രോമീറ്റർ. ബാഷ്പീകരണ ലീനതാപം, ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപമാണ് ഇത്. ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത അളക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത്. അപ്പൊ നീരാവിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. അന്തരീക്ഷത്തിൽ നീരാവിയുണ്ട്, ഇതിന് ആർദ്രത എന്ന് പറയും. ഈ ആർദ്രത അളക്കാനുള്ള ഉപകരണത്തിന് ഹൈഗ്രോമീറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജലത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയെ ഹൈഡ്രോളജി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതും കൂടി എഴുതി വെക്കുക. ജലത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയെ, ജലത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രശാഖയെ ഹൈഡ്രോളജി എന്നാണ് പറയുന്നത്. ഇനിയും ജലമലിനീകരണം, അതുപോലെ തന്നെ ജലമാലിന്യത്തിന്റെ അളവ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ് ജലം മലിനമാകുന്നത്, ഏതൊക്കെ രീതിയിലാണ് മലിനമാകാതെ നമ്മൾ ജലത്തെ സംരക്ഷിക്കേണ്ടത്. ഇനി ഉപയോഗങ്ങൾ, നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാചകത്തിന് വേണ്ടിയിട്ടും വൈദ്യുതി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം തന്നെ ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജലത്തിന്റെ ഉപയോഗങ്ങൾ, ജലത്തിന്റെ സംരക്ഷണം, ജലമലിനീകരണം, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജലസംഘടനകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ വാട്ടർ ഹിസ്റ്ററി അസോസിയേഷൻ, വേൾഡ് വാട്ടർ കൗൺസിൽ, ഗ്ലോബൽ വാട്ടർ പാർട്ട്ണർഷിപ്പ്, അതുപോലെ വേൾഡ് വാട്ടർ ഫോറം, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ്, ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര ജല സംഘടനകളാണ്. ഇതൊക്കെ അധികം അങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ശുദ്ധജലവർഷം 2003 ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2003 അന്താരാഷ്ട്ര ശുദ്ധജലവർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2003 അന്താരാഷ്ട്ര ശുദ്ധജലവർഷമായിട്ട് ആചരിക്കുന്നത്. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹൈഡ്രോളജി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജലവുമായി ബന്ധപ്പെട്ട കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. മൊത്തത്തിൽ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു പോയി തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. തീർക്കാൻ വേണമെങ്കിൽ പറ്റും, പക്ഷെ അത് വലിയൊരു ലാഗായിട്ടുള്ള വീഡിയോ ആകും. അപ്പം ചെറിയ വീഡിയോ ആകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കേട്ടും തീർക്കും. നിങ്ങൾക്ക് അത് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. സ്കിപ്പൊന്നും അടിക്കാണ്ട് പെട്ടെന്ന് നിങ്ങൾ കേട്ട് തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ജലവുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. EVS സയൻസ് ബേസ്ഡ് നമ്മൾ കൃഷി, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ, ജലം, വാഹനങ്ങൾ, അതുപോലെ തന്നെ രോഗങ്ങൾ, പാർപ്പിടം, അങ്ങനെ തുടങ്ങിയ നിരവധി ടോപ്പിക്കുകളുണ്ട് സിലബസ് ബേസിൽ. അപ്പോൾ നമ്മൾ അതുപോലെ ഓരോ സിലബസ് ബേസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുത്ത് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ജലവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ പാർട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്